സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ രഞ്ജിത്ത് അകത്തായിരിക്കുന്നു. വിഷയം നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രശസ്തരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പെട്ടെന്ന് സമൂഹം മനസ്സിലാക്കും. നരസിംഹത്തിൻ്റെ നല്ലൊരു തിരക്കഥ രഞ്ജിത്തിൻ്റേതായിരുന്നു. ദേവാസുരത്തിൻ്റെ തിരക്കഥയും രഞ്ജിത്താണ്. ദേവാസുരം ശ്രീ IV ശശിയായിരുന്നു സംവിധായകൻ. ഭേദപ്പെട്ടൊരു കച്ചവട സിനിമയാണ്. അതേസമയം ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗം രഞ്ജിത്ത് രാവണപ്രഭു എന്ന പേരിൽ നിർമ്മിച്ചതോർമ്മിക്കുന്നു. പക്ഷേ ദേവാസുരത്തോളം ആ ഒരു ദൃശ്യഭംഗി രാവണപ്രഭുവിനുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കഥ പറയാനുള്ളൊരു തിടുക്കം മാത്രമാണ് രാവണപ്രഭുവിൽ കണ്ടത്. IV ശശിയുടെ ആ ഒരു ക്രാഫ്റ്റ് കൊണ്ട് ദേവാസുരം കാഴ്ചക്കാർക്കൊരു ഇമ്പമേകി എന്നതാണ് വാസ്തവം. പിന്നെയും ചില തിരക്കഥകളൊക്കെ രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് തെറ്റുകാരനാണോ ഇല്ലയോ എന്നത് വേറെ കാര്യം. അത് നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും കക്ഷിയകത്തായിരിക്കുന്നു. ഇനിയെങ്കിലും തെറ്റുകളിൽ പെടാതെ നോക്കുക ശ്രീ രഞ്ജിത്ത്. നന്ദി, നമസ്കാരം.